ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എന്നും ഉപയോഗിക്കുന്ന നിങ്ങളുടെ വാട്സാപ്പും ടെലഗ്രാമും ഒക്കെ ഉപയോഗിക്കുന്ന രീതി പെട്ടെന്നൊരു ദിവസം അങ്ങ് മാറാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അതെ, ഇന്ത്യയിലെ മെസ്സേജിംഗ് ആപ്പുകളുടെ ലോകത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു പുതിയ സർക്കാർ നിയമം വരാൻ പോകുന്നു. ഇത് നമ്മൾ വിചാരിക്കുന്നതിനും കൂടുതൽ നമ്മളെ ബാധിച്ചേക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നിങ്ങളിൽ പലരും ചിലപ്പോൾ ജോലിക്കായിരിക്കും അല്ലെങ്കിൽ പഠിക്കാനായിരിക്കും ലാപ്ടോപ്പിൽ വാട്സാപ്പ് വെബൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരായിരിക്കും, അല്ലേ? ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. എങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായും ശ്രദ്ധിക്കണം. അതെ, നമ്മളെല്ലാം ഒരുപാട് ആശ്രയിക്കുന്ന ആ ഒരു സൗകര്യം, അതുതന്നെയാണ് സർക്കാരിന്റെ ഈ പുതിയ നിയമത്തിന്റെ പ്രധാന ടാർഗറ്റ്. ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പുതിയ നിർദ്ദേശം നമ്മുടെയെല്ലാം ഡിജിറ്റൽ ജീവിതം കുറച്ചുകൂടി സങ്കീർണമാക്കാൻ പോവുകയാണ്. അപ്പോ ശരിക്കും എന്തിനാണ് ഇങ്ങനെയൊരു മാറ്റം? ഇതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ഓൺലൈൻ തട്ടിപ്പുകൾ, ഫിഷിംഗ്, സ്കാമുകൾ, വ്യാജ പ്രൊഫൈലുകൾ ഇതൊക്കെ ദിനംപ്രതി കൂടിക്കൂടി വരികയാണ്. ഇതിനൊരു അറുതി വരുത്താനാണ് സർക്കാർ ഈ പുതിയ നിയമവുമായി വരുന്നത്. പക്ഷേ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട മെസ്സേജിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്ന രീതിയെ തന്നെ മാറ്റിയേക്കാം. ഈ നിയമത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, 1. ഓൺലൈൻ തട്ടിപ്പുകൾ തടയുക. 2. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വ്യാജ അക്കൗണ്ടുകൾ ഇല്ലാതാക്കുക. അതിലൂടെ കുറ്റവാളികൾക്ക് ഒളിച്ചിരിക്കാനുള്ള അവസരം കുറയ്ക്കുക. പിന്നെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവരെ എളുപ്പത്തിൽ കണ്ടെത്താനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാരിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതൊരു നിർണായക നടപടിയാണ്. ഉപയോക്താക്കളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കാനും രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുപോലും പ്രവർത്തിക്കുന്ന സൈബർ കുറ്റവാളികളെ പിടികൂടാനും ഇത് അത്യാവശ്യമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ ലോകം സുരക്ഷിതമാക്കുന്നതിലെ ഒരു വലിയ ചുവടുവെപ്പായാണ് അവരിതിനെ കാണുന്നത്. ഓക്കെ, അപ്പോ എന്തിനാണ് ഈ മാറ്റമെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തെ, നമ്മൾ ആപ്പുകൾ ഉപയോഗിക്കുന്ന രീതിയെ എങ്ങനെയാണ് ശരിക്കും മാറ്റാൻ പോകുന്നത്? തയ്യാറായിക്കോളൂ, കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകാൻ പോവാണ്. ഈ പുതിയ മാറ്റങ്ങളുടെയെല്ലാം കേന്ദ്രമെന്ന് പറയുന്നത് സിം ബൈൻഡിംഗ് എന്നൊരു ടെക്നോളജിയാണ്. ഇത് എങ്ങനെ പറയാ, നിങ്ങളുടെ സിം കാർഡ് ഇനി മുതൽ ഒരു ഡിജിറ്റൽ പാസ്പോർട്ട് പോലെയാണെന്ന് വിചാരിച്ചോ. ആ പാസ്പോർട്ട് കയ്യിലില്ലാതെ, അതായത് നിങ്ങളുടെ പ്രധാന ഫോണിലെ സിം കാർഡ് ആക്റ്റീവ് അല്ലാതെ നിങ്ങൾക്ക് മെസ്സേജിംഗ് ആപ്പുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോ ഇതൊന്ന് ശരിക്കും ആലോചിച്ചു നോക്കിക്കേ. നിങ്ങൾ ഒരു കഫേലിരുന്ന് ലാപ്ടോപ്പ് തുറന്ന് വാട്സാപ്പ് വെബ് ലോഗിൻ ചെയ്യാൻ നോക്കുന്നു. പഴയ പോലെ അങ്ങ് QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രം പോരാ. ആദ്യം നിങ്ങളുടെ ഫോൺ എടുക്കണം, അതിൽ ഈ സിം ബൈൻഡിംഗ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. അതിനുശേഷമേ ലോഗിൻ ചെയ്യാൻ പറ്റൂ. പക്ഷേ കഥ എവിടെ തീരുന്നില്ല. ഇതിലും വലിയൊരു മാറ്റം വരുന്നുണ്ട്. ആ മാറ്റത്തിന്റെ കേന്ദ്രം ഈയൊരു സംഖ്യയാണ്, 6. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇനി മുതൽ വാട്സാപ്പ് വെബിലോ ഡെസ്ക്ടോപ്പിലോ ലോഗിൻ ചെയ്താൽ വെറും 6 മണിക്കൂറിനുള്ളിൽ അത് ഓട്ടോമാറ്റിക്കായി ലോഗൌട്ട് ആവും. അതായത് ഒരു ദിവസം തന്നെ പലതവണ ലോഗിൻ ചെയ്യേണ്ടി വരും. ആലോചിച്ചു നോക്കൂ ആ ബുദ്ധിമുട്ട്. ഇതൊക്കെ വരാൻ ഒരുപാട് സമയമെടുക്കുമെന്ന് വിചാരിക്കേണ്ട. സർക്കാർ വളരെ വേഗത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഈ ടൈം ലൈൻ ഒന്ന് നോക്കിക്കേ. ആപ്പ് കമ്പനികൾക്ക് ഈ നിയമം നടപ്പിലാക്കാൻ വെറും 90 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ പെട്ടെന്ന് ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഫോണിലെത്തും. ഈ മാറ്റങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്താണ് നമുക്ക് കൂടുതൽ വേണ്ടത്? സുരക്ഷയാണോ അതോ സൗകര്യമാണോ? ഈ പുതിയ നിയമത്തിന്റെ കാതൽ ഇവ തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടലാണ്. ഒരു സൈഡിൽ തട്ടിപ്പുകളില്ലാത്ത കൂടുതൽ സുരക്ഷിതമായ ഒരു ഓൺലൈൻ ലോകം, അത് നല്ല കാര്യമാണ്. പക്ഷേ മറ്റേ സൈഡിലോ ദിവസവും നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും. ഇത് ശരിക്കും ഒരു വലിയ ചോദ്യമാണ്. ഇതിനൊരു എളുപ്പമുള്ള ഉത്തരവുമില്ല. ഈ നിയമത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇതൊരു അനിവാര്യമായ ചുവടുവെപ്പാണെന്നാണ്. ഇത് സുരക്ഷ കൂട്ടും, തട്ടിപ്പിനു വേണ്ടി ഉണ്ടാക്കുന്ന ഫേക്ക് അക്കൗണ്ടുകൾ കുറയ്ക്കും, പിന്നെ മെസ്സേജിംഗ് ആപ്പുകളെയും ടെലികോം കമ്പനികളെ പോലെ ചില നിയമങ്ങളുടെ കീഴിൽ കൊണ്ടുവരും. ഇതൊക്കെ നല്ല പോയിന്റുകളാണ്. എന്നാൽ ഇതിനെ എതിർക്കുന്നവരും കുറവല്ല. ഒന്നിലധികം ഫോണും സിമ്മുമൊക്കെ ഉപയോഗിക്കുന്ന സാധാരണക്കാർക്ക് ഇത് വലിയ തലവേദനയാകും. പിന്നെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരുടെ കാര്യം പറയുകയേ വേണ്ട. അതിനെല്ലാം പുറമെ ഇത് ഗവൺമെന്റ് സർവൈലൻസിലേക്ക് വഴിവെക്കുമോ എന്ന പേടിയുമുണ്ട്. ഏറ്റവും പ്രധാനമായി തട്ടിപ്പുകാരിത് മറികടക്കാൻ പുതിയ വഴികൾ കണ്ടുപിടിക്കില്ലേ എന്നും ഇവർ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫോണിനെയും ലാപ്ടോപ്പിനെയും മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇതിന് അതിലും വലിയ ചില പ്രത്യാഘാതങ്ങളുണ്ട്.
ഇതൊരു പുതിയ ലോഗിൻ രീതി മാത്രമല്ല, ഇന്റർനെറ്റിനെ സർക്കാർ എങ്ങനെ കാണുന്നു എന്നതിലെ ഒരു വലിയ മാറ്റം കൂടിയാണ്. ഇതൊരു ചരിത്രപരമായ മാറ്റം എന്ന് പറയാനൊരു കാരണമുണ്ട്. വാട്സാപ്പ്, ടെലിഗ്രാം പോലുള്ള മെസ്സേജിംഗ് ആപ്പുകളെ, അതായത് OTT സർവീസുകളെ സർക്കാർ ഇനി മുതൽ എയർടെൽ, ജിയോ പോലുള്ള ടെലികോം കമ്പനികളെ പോലെയാണ് പരിഗണിക്കാൻ പോകുന്നത്. ഇത് ഉപയോക്താക്കളുടെ ശീലങ്ങളെയും പ്രതീക്ഷകളെയും മാറ്റിമറിക്കും. ഒപ്പം ആപ്പ് ഡെവലപ്പർമാർക്ക് ഇത് നടപ്പിലാക്കാൻ വലിയൊരു ഭാരവുമാകും. ഇതിന്റെ അലയൊലികൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ത്യ എന്തു ചെയ്യുന്നു എന്ന് ഉറ്റുനോക്കുകയാണ്. ഇവിടെ ഇത് വിജയിച്ചാൽ ഒരുപക്ഷെ ഇതൊരു ഗ്ലോബൽ മോഡലായി മാറിയേക്കാം. മറ്റ് രാജ്യങ്ങളും സമാനമായ നിയമങ്ങൾ കൊണ്ടുവന്നേക്കാം. അപ്പോൾ അവസാനം നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഈ ചോദ്യം നിങ്ങളോടാണ്. കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ലോകത്തിനു വേണ്ടി നമ്മുടെ ഈ സൗകര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ത്യജിക്കാൻ നമ്മൾ തയ്യാറാണോ? നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. ഇതിന്റെയൊക്കെ അവസരം എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പോകുന്നതിന് മുൻപ് ഒരു ചിന്ത കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നു. എങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ ലോകമാണ് നമുക്ക് വേണ്ടത്? കൂടുതൽ സുരക്ഷ, പക്ഷെ കൂടുതൽ നിയന്ത്രണങ്ങളുള്ള ഒരിടമാണോ? അതോ കൂടുതൽ സ്വാതന്ത്ര്യം, പക്ഷെ കൂടുതൽ അപകടസാധ്യതകളുള്ള ഒരിടമോ? ഇതിനൊരു എളുപ്പമുള്ള ഉത്തരമില്ല. ഈ ചർച്ച എന്തായാലും ഇവിടെ തീരില്ല. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും.